അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ വിച്ചപ്ലസിലാണ്. പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങളെ, ഇന്ന് നാം നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ കരിമ്പ പഞ്ചായത്തിലാണ്. കരിമ്പ പഞ്ചായത്തിൽ കേട്ടോ, കരിമ്പ പഞ്ചായത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്ട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഹൈവേ നമുക്ക് കറക്റ്റ് 2 കിലോമീറ്റർ ആണ് ദൂരം. വെറും 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം ഹൈവേയിൽ നിന്ന്. നിങ്ങൾക്ക് കാണിച്ചു തന്നു, ക്രിസ്ത്യൻ ചർച്ച് കാണിച്ചു തന്നു, എല്ലാം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒന്നും ബാക്കിയാക്കുന്നില്ല. ഇതിലേക്കുള്ള വഴികൾ, എൻട്രൻസ് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. നമുക്ക് വരുന്ന ഭാഗത്തിന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇതിന് ആകെ വില പറയുന്നത് 39 സെന്റ് സ്ഥലമുണ്ട്. 39. ബാക്കി ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയെന്നുള്ളത് ആധാരമൊക്കെ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് അറിയിക്കാം. ഇതിന്റെ വിലയാണെങ്കിലോ ഫൈനൽ റേറ്റ് ആണ് 32 ലക്ഷം. ഈ വീടും 39 സെന്റ് സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ റേറ്റ്, ഓപ്പൺ കിണർ, വെള്ളം, 2-3 അലാക്കിന്റെ വലിയ ബെഡ്റൂം, എല്ലാ സൗകര്യങ്ങളുണ്ട്. ടാറിങ് റോഡ് സൈഡിൽ. അപ്പൊ ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കും. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, എന്താണ് നല്ല പാലക്കാട് നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. KSRTC ചീറിപ്പായുണ്ട്. അങ്ങോട്ടും കണ്ടു കോഴിക്കോട് പാലക്കാട് KSRTC പോണ്. ഇത് എടക്കുറിശി എന്ന് പറയുന്ന സ്ഥലമാണ്, ഹൈവേ ആണ്. മാത്രമല്ല ഈ ഹൈവേ നമുക്ക് പോകേണ്ട ദൂരം ഇത് ഈ വഴിക്ക് എന്ന് പറഞ്ഞാൽ ഈ ടൗണിന്റെ അടുത്ത്, ഇതിന്റെ അപ്പുറത്താണ് വലിയൊരു ടൗൺ കിടക്കുന്നത്. ഇതിന്റെ അടുത്ത് ഇവിടുന്ന് 2 കിലോമീറ്റർ ആണ് ദൂരം. ആ ക്രിസ്ത്യൻ ചർച്ചൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ വഴി കറക്റ്റ് ജനങ്ങൾ പോണവരോട് പോയിക്കോട്ടെ. ഇതൊക്കെ ഒരാഴ്ചയോട് സോൾട്ട് ഔട്ട് ആണ്. ഒരാഴ്ചയോട് സോൾട്ട് ഔട്ട് ആണ്. ധൈര്യമായിട്ട് വന്ന് മേടിച്ചോളൂ, യാതൊരു സംശയമില്ല. ചർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടിക്കുള്ള ദൂരം. അപ്പൊ ഇൻഷാല്ലാ പോരി. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, പാലക്കയത്തേക്കുള്ള റോഡാണ് കേട്ടോ. എടക്കുറിശിയിൽ നിന്നും നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് പാലക്കയത്തേക്കുള്ള റോഡാണിത്. ഇവിടേക്ക് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ആണ് ദൂരം. മാത്രമല്ല 4 പുറം വീടുകളുണ്ട്. ബസ് റൂട്ടാണ്. ഇത് നേരെ പോയി കഴിഞ്ഞാൽ പാലക്കയം, പിന്നെ കാഞ്ഞിരപ്പുഴ ഡാം, അങ്ങനെ പോകാം. നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഈ പ്രദേശം. മാത്രമല്ല നമുക്കൊന്ന് കാണാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഈ ഗേറ്റ് ഇങ്ങനെ ഫ്രണ്ടേജ് ഉണ്ട്. മാത്രമല്ല സൈഡിൽ കൂടെ ഒരു പോക്കറ്റ് റോഡ് ഇറങ്ങി പോകുന്നുണ്ട്. കണ്ടോ, സൈഡിൽ കൂടെ പോക്കറ്റ് റോഡ് ഇറങ്ങി പോകുന്നുണ്ട്. മാത്രമല്ല ഈ മതിലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം കേട്ടോ. എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം ഉണ്ട്. കരിമ്പ പഞ്ചായത്തിലാണിത്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾക്ക് ഇത്രയും വ്യക്തമായിട്ട് കാണിച്ചു തരുമ്പോൾ ചിലപ്പോൾ വല്ല ബ്രോക്കർമാർ തന്നെ ഇവിടെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ബ്രോക്കർമാർ വന്നോളൂ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളത് വിളിച്ച് പറയണം. കാരണം നമുക്ക് കിട്ടുന്നതിന് കമ്മീഷൻ നിങ്ങൾക്കും നമ്മൾ തരും കേട്ടോ. നമ്മൾ ചാനൽ കണ്ടിട്ട് വരുന്ന ആളുകൾ നേരിട്ടിട്ട് വന്നോളൂ, യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് ഒരൊറ്റ ശതമാനം കമ്മീഷൻ മാത്രമേ നിങ്ങളെ വാങ്ങുന്നുള്ളൂ. ഇത്രയും ദൂരം വന്നിട്ട്, ചെറുപ്പശ്ശേരിയിൽ നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ മൊത്തം 39 സെന്റ് സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വ്യക്തമായ ആധാരങ്ങളൊക്കെ ഞാൻ പരിശോധിക്കേണ്ടതാ. ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ മാവുണ്ട്, അടക്കാപ്പഴത്തിന്റെ മരമുണ്ട്, അതിന്റെ പോലെ തെങ്ങുണ്ട്. ഇതുപോലുള്ള തെങ്ങ് ഒരുപാടുണ്ട്. കവുങ്ങുണ്ട്, വാഴുണ്ട്, അടക്കാപ്പഴം മരമുണ്ട്. കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, കവുങ്ങൊക്കെ കണ്ടില്ലേ, ഒരുപാട് കവുങ്ങുകളുണ്ട്. മാത്രമല്ല വാഹനം നിർത്താനുള്ള സൗകര്യമാണെങ്കിൽ യഥേഷ്ടം. ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കട റൂമുകളാണ്. ഇതിൽ പെടില്ല കേട്ടോ. ഈ ബിൽഡിങ്ങിന്റെ അവിടുന്ന് ഇങ്ങോട്ടാണ്, ഈ മതിലിന്റെ അവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പൊ തൊട്ടടുത്ത് തന്നെ നമുക്ക് കടയിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല ഒരു ഭംഗിയുള്ള മിറ്റം തന്നെ എന്ന് പറയാം കേട്ടോ. ചെടികളൊക്കെ വെച്ച്, പൂച്ചട്ടിയൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ തന്നെയാണ്. ആ ഭാഗത്ത് കൂടെ ഒക്കെ തെങ്ങും കഴുങ്ങുമാണ്. അതേപോലെ തന്നെ അടക്കാപ്പഴത്തിന്റെ മരം ഇടക്കിടക്ക് കാണുന്നുണ്ട്, മാവ് ഇടക്കിടക്ക് കാണുന്നുണ്ട്. മിറ്റാണെങ്കിൽ നമ്മൾ കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ. അതിമനോഹരമായിട്ട് കട്ട വിരിച്ചിട്ടുണ്ട്. ഒരു 3-4 വാഹനം നിർത്താനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ കാർ പോർച്ച് അവിടെ ഉണ്ട് കേട്ടോ. കാർ പോർച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് കാണാം. അപ്പൊ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് കറങ്ങിയിട്ട് ഇങ്ങനെ വരാം. ഇങ്ങനെ വരിക. അങ്ങനെ ഒന്ന് നല്ല വാഴക്കൃഷിയുണ്ട്, കവുങ്ങുണ്ട്. അതിനൊക്കെ മാവാണ് കേട്ടോ. മാവും അടക്കാപ്പഴത്തിന്റെ മരങ്ങൾ, ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. മാത്രമല്ല നല്ലൊരു ഓപ്പൺ കിണർ. ഇന്നത്തെ ഡേറ്റിംഗ് ഒക്കെ അറിയാലോ, മെയ് മാസം 7-ാം തീയതിയാണ് കേട്ടോ. മെയ് മാസം 7-ാം തീയതിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ കാണേണ്ടത് ഈ കിണർന്ന് കാണും. ഇത്രയും കൊടും ചൂട് വേനൽക്കാലത്ത് ഇത്രയും വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, ഒരുപാട് താഴ്ചയിലാണ് ഇപ്പോഴും വെള്ളം നിൽക്കുന്നത്. ഒരാൾക്ക് വെള്ളമുണ്ട്. അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, ഓപ്പൺ കിണറാണ്. ഈ സമയത്തൊക്കെ കിണർന്ന് വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് വലിയൊരു ഭാഗ്യമാണ്. മാത്രമല്ല ഇവിടെയാണ് നമുക്ക് ഇവിടെ ഒരു മോട്ടറും പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധനങ്ങൾക്ക് വേറെ എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വാഴ കൃഷി, അലക്കാനുള്ള കല്ല് ഇവിടെ നല്ല പച്ചപ്പ്, നല്ല തണുപ്പുണ്ട് ഇവിടെ കേട്ടാ. ചൂടില്ല കണ്ടോ. ഈ ഭാഗത്ത് കൂടെ ഒക്കെ നോക്കിയാക്കില്ല ഹബീബികളെ.
ഇതാണ് മതിൽ. ഇതങ്ങനെ വരും. നല്ല സൂപ്പർ തോട്ടം. വാങ്ങിയിടാൻ പറ്റിയ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഇത് മതി, വേറൊന്നും വേണ്ട. കാരണം ഇതിന്ന് കിട്ടുന്ന അടക്ക, ഇതിന്ന് കിട്ടുന്ന തേങ്ങ, അതുകൊണ്ട് ജീവിക്കാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മരങ്ങളും ഇതിലുണ്ട്. ഉണ്ടോ? ഒന്ന് നന്നായിട്ട് കാണിച്ചു കൊടുത്തിട്ട് എല്ലാവർക്കും നല്ല അടക്ക കായ്ക്കുന്നത് നല്ല ഇതാണ്, നല്ല തോട്ടാണ്. അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ അഭിപ്രായങ്ങൾ, ഈ മതിൽ വരെ ഉണ്ട് ഒരു സ്ഥലട്ടാ, ഈ മതിൽ വരെ. കാരണം നമുക്ക് 39 സെന്റ് സ്ഥലം ഇതിൽ അളന്നാ കിട്ടും, യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട എൻ്റെ അഭിപ്രായങ്ങൾ കാണണം. അല്ലേ നോക്കിയേ, കാണി എന്താ പച്ചപ്പ്. സ്ഥലഞ്ഞും ബാക്കിലേക്ക് ഉണ്ടേ. എല്ലാ ഭാഗം കാണിച്ചു തരുന്നുണ്ട്, എവിടെ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ ഭാഗവും കാണിച്ചു തരുന്നുണ്ട്. ഇതാ ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തെങ്ങുകളാണ്. കാണണങ്ങൾ കേട്ടാ. ചീനമുളകിന്റെ ഇതുണ്ട് ഇവിടെ കേട്ടാ, ചീനമുളകിന്റെ ചെടിയുണ്ട്, അതെല്ലാം ഉണ്ട്. ഇതാണ് അതിര്, ബാക്കിൽ അതിര്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണം. ഇത് വരെ സ്ഥലമുണ്ട് കണ്ടോ. അപ്പൊ വീട് എവിടെയാണ്? വീടാ തലക്കെ കണ്ടോ. വീട് അത്രയും ഡിഫറൻസിലാണ് നിൽക്കുന്നത്. മനസ്സിലായത്? 39 സെന്റ് സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ അതിര് കാലുള്ളത് വരെ വരുന്നത്. അതങ്ങനെ കാലുണ്ട്, എല്ലായിടത്തും കാല് കാട്ടിയിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ഇനി വരിക. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിലൊക്കെ വീടുകളാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള നല്ല നല്ല വീടുകൾ, നല്ല നല്ല പാർട്ടികൾ താമസിക്കുന്ന നല്ല ഏരിയ. ഫുള്ള് തെങ്ങ്, കവുങ്ങ്, അതിൻ്റെ ഇടയിൽ കൂടെ വാഴ, മാവ് ഉണ്ടോ. മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ റോഡിൽ നിന്ന് ഒരു സൈഡ് പോക്കറ്റ് റോഡ് ഇറങ്ങി പോകണം കാണിച്ചു തരുന്നു, അതും കാണിച്ചു തരാം. ഇത് എന്തിനാ കാണിച്ചു തരുന്നത് വെച്ചാൽ ഇവിടെ ഇനി 2 or 3 പാർട്ടിക്ക് വേണമെങ്കിൽ വീട് വെക്കാൻ അത് മേടിച്ചിട്ട് ഉണ്ടോ. ഈ റോഡാണ് മെയിൻ റോഡ് എന്ന് ഇറങ്ങിയിട്ട്, അതിന്റെ ബാക്കിൽ വീടാണ്. വീടുകൾക്ക് ഇറങ്ങി പോകുന്ന സ്ഥലമാണ്, റോഡാണ് മെയിൻ റോഡ്. ആ റോഡ് വീടുകൾ കാണിച്ചു, അങ്ങനെ ഇറങ്ങി പോകുന്ന റോഡൊക്കെ കാണിച്ചു കൊടുക്കും ഉണ്ടോ. നല്ല അതിമനോഹരമായ നല്ലൊരു പച്ചപ്പുള്ള സ്ഥലം കേട്ടോ. കൂടുതൽ ചൂടൊന്നും ഇല്ലാത്ത നല്ല ഏരിയ, യഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയ. പ്രിയപ്പെട്ട അബീബികളെ കാണണം. അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലാണ്. നമ്മുടെ മണ്ണാർക്കാട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഹൈവേയിൽ നിന്ന് കറക്റ്റ് 2 കിലോമീറ്റർ അവിടെ ദൂരട്ടാ, കൂടുതലൊന്നുമില്ല. കറക്റ്റ് 2 കിലോമീറ്ററിൽ ഇവിടെ എത്തണം. കറക്റ്റ് അത്രയും നമ്മൾ അളന്ന് നോക്കിയിട്ടാണ് പറയുന്നത്. 2:100 ഇല്ല, 2 കിലോമീറ്റർ ആണ് കറക്റ്റ്. മനസ്സിലായോ? അതും ബസ് റൂട്ട്. ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 2 സൈഡ് റോഡുകൾ കണ്ടില്ല, ഒന്ന് ഫ്രണ്ടേജ് ആദ്യം ഇറങ്ങി വന്ന് നമ്മൾ ഇത് സൈഡ് പോക്കറ്റ് റോഡ്, ഇതിനൊക്കെ വീടുകൾ. ഈ ഇറങ്ങി വരുന്നതൊക്കെ വീടുകൾ. മാത്രമല്ല ബസ് റോഡിൽ ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് 1.30, 1.50 വില ഉണ്ട്. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ ഇങ്ങനെ കുറഞ്ഞ വിലക്ക് തരുന്നത്. വെറും 32 ലക്ഷം രൂപയ്ക്കാണ് തരുന്നത്. നെഗോഷ്യബിൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഇനി വെറുതെ അവിടുന്ന് ഇവിടുന്ന് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട കാര്യങ്ങൾ. നമ്മുടെ ചാനലിൽ ഫൈനൽ റേറ്റേ പറയുള്ളൂ. കാരണം എന്താ പറയുക, ഒരുപാട് യൂട്യൂബർമാരും ഒരുപാട് കച്ചവടക്കാരുള്ള കാലഘട്ടമാണ്. അപ്പം നമ്മൾ ഫൈനൽ റേറ്റേനെ എവിടെ പോയാലും ചെയ്യുള്ളൂ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നമുക്ക് ഫ്രണ്ടിൽ വാർപ്പ്, ഇവിടെ ഓടാണ് കേട്ടോ ബാക്കിൽ. അപ്പൊ ഈ ഓട് എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ കഴുക്കോലും പട്ടികയാണ്. ഇനി അതുമേലേക്ക് നോക്കണ്ടെന്ന് അതിന്റെ അർത്ഥം അല്ലേ. ചെതല് പിടിച്ചെന്നോ മാറാല പിടിച്ചെന്നോ മറ്റുള്ള ഒന്നും നോക്കേണ്ട ആവശ്യങ്ങൾക്കില്ല കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ ഒരു വൈകുന്നേര സമയത്ത് ഇരുന്നിട്ടേ സംസാരിക്കാനോ മറ്റേ കിച്ചന്റെ നേരെ തൊട്ട സ്ഥലമാണ്, വർക്ക് ഏരിയ എന്നൊക്കെ പറയാം, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുറത്തൊരു ബാത്റൂം ഉണ്ട്, ടൈൽസ് ഒക്കെ ഇട്ട് നല്ല അതിമനോഹരമായിട്ട്. അപ്പം നമ്മൾ അങ്ങനെ കറങ്ങി കറങ്ങി വീണ്ടും നമ്മൾ നമ്മുടെ മുറ്റത്തേക്ക് വന്നു കേട്ടോ. വീണ്ടും നമ്മൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വീടിന്റെ ഉള്ളു കാണണം. ഉള്ളിൽ നല്ല സീലിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് റൂമുകൾ, നല്ല ഭംഗിയിൽ തന്നെയാണ്, ചൂടൊന്നുമില്ല അതുകൊണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. അപ്പോൾ കണ്ടോ നമ്മൾ ഫ്രണ്ടിൽ എത്തി. പ്രിയപ്പെട്ട ഹബീബികളെ, അതിമനോഹരമായ നല്ലൊരു AC റൂമിലേക്ക് നമ്മൾ കിടക്കണം. AC റൂം എന്ന് പറഞ്ഞാൽ AC വെച്ചിട്ടല്ലട്ടാ, ഇതിന്റെ ഉള്ളിൽ ഭയങ്കര കൂളിംഗാ, നല്ല സീൽ ചെയ്തോണ്ടേ. നല്ല അടിപൊളി ഡോറ് കാര്യങ്ങള്, ടൈൽസ് ഒക്കെ ഇട്ടിട്ട് അതിഗംഭീരമായിട്ട് മനോഹരമായ വീട് കണ്ടോ. നല്ല ഡോറ് കാര്യങ്ങളൊക്കെ ഇട്ട് വലിയൊരു ഹാളാണ്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റും റൈറ്റും 2 സൈഡ് ഹാളാണ്, വലിയ ഹാളാണ്. ആ ഹാളെന്ന് കാണിച്ചു കൊടുത്താൽ നല്ല അതിമനോഹരമായിട്ടുള്ള ഹാള് ഉണ്ടോ. അതുപോലെ തന്നെ സോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു വാവൊക്കെ കളിക്കാൻ വെച്ചത് ഒരുപാട് ഫോട്ടോകളൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പൊട്ടിക്കാം. എന്താ സോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല വലിയൊരു ഹാളാണ് ഇത്. ഇവിടെ ഒരു സോക്കേഴ്സ് വെച്ചിട്ടുണ്ട്. കേട്ടാ, ഇതൊക്കെ ചെറിയ കുട്ടികളെ കിട്ടിയില്ല കിക്കി എന്ന് പറഞ്ഞിട്ട് തട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂം, വലിയ റൂമാ, ബെഡ്റൂം
ഹലാക്കിന്റെ റൂമാ. സീലിംഗ് ചെയ്ത് കണ്ടെങ്കിൽ നല്ല കൂളിംഗ് അതില്. നമ്മുടെ കുറച്ചു നേരം ഇരുന്ന് നോക്കുമ്പോഴേ നല്ല കൂളിംഗ്, നല്ല അടിപൊളി ഗംഭീരമായിട്ട് നന്നായി സീൽ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല എല്ലാ ഭാഗത്തും സീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂമുകളൊക്കെ സീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ അലമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിലുണ്ടോ, കണ്ടോ, അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൗകര്യങ്ങളൊക്കെ അനവധിയുണ്ട്. വലിയ ബെഡ്റൂമാണ്. ഇപ്പൊ 2 കട്ടിലിട്ടിട്ട് സ്പേസ് ബാക്കിയാണ്, മേശയൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹാള് കണ്ടു, ഒരു റൂം കണ്ടു. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. നമുക്ക് എന്താ, ഈ ഹാളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഡൈനിങ് ഹാള്, അടുത്ത റൂമുകൾ ഇതൊക്കെ ഒന്ന് കാണാം. ഇതാണ് അതിമനോഹരമായ നല്ലൊരു ഡൈനിങ് ഹാള് ഉണ്ടോ. അതും സീൽ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ തന്നെയാണ് ഉണ്ടോ. മുകളൊക്കെ കാണിച്ചു കൊടുക്കുക, മുകൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എല്ലാ ഭാഗം കാണണം. നമ്മുടെ വീട്ടിൽ അവിടെ കണ്ടില്ല ഇവിടെ കണ്ടെന്നൊന്നും പറയരുത്. പിന്നെ കുറച്ച് പഴക്കമുള്ള വീടായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫാൾട്ടുകൾ ഉണ്ടാവും. കാരണം പുതിയ ഫ്രഷ് വീടൊന്നുമല്ലല്ലോ. ഇനി നമുക്കൊരു ബെഡ്റൂം കാണാം. ഇപ്പുറത്തെ ബെഡ്റൂമും അപ്പുറത്തെ ബെഡ്റൂം, ഈ ബെഡ്റൂം കാണാം. ഇത് നല്ല അടിപൊളി. ഇവിടെയൊക്കെ സീൽ ചെയ്തിട്ടാ, ഇവിടെ ഒക്കെ സീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നല്ല ബെഡ്റൂമാണ്. ഇതും അതേപോലെ തന്നെ സീൽ ചെയ്തിട്ട് നല്ല മേലെ കാണിച്ചു കൊടുക്കും. സീലിംഗ് ചെയ്തിട്ട് നല്ല ഇതിന് തന്നെയാണ് കേട്ടോ. എന്താ റൂമിന്റെ വലിപ്പം. അതേപോലെ തന്നെ റൂമിൽ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമിലും ഉണ്ട്. ഇവിടെ എല്ലാം സിമെന്റ് ആണ് കേട്ടോ, അതും പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ എന്താ കാണിക്കാന്ന് ചോദിക്കാതെ നമ്മൾ നമ്മുടെ ചാനലിലുള്ളതൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരും. ഇവിടെ സിമെന്റ് ഇട്ടിരിക്കുന്നത് അലമാര തട, ഇത് അലമാരയാണ് ഇതാ അല്ലേ ഹബീബിങ്ങൾ കാണണം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഒരു റൂം അപ്പുറത്തെ സൈഡും ഉണ്ട്. അതും നമുക്കൊന്ന് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ, ഇവിടെയാണ്. ഇത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ 2 കട്ടിലിട്ടിട്ട് പിന്നെയും സ്പേസ് ഉണ്ട്, പന്തളിക്കുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. 2 കട്ടിൽ അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടതിന് ശേഷം നമുക്കൊരു പന്ത് കളിക്കാം കുട്ടികൾക്ക്. ആ സീലിംഗ് ഇതൊക്കെ കളിച്ചു. ഇതിന്റെ മുകളിൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളത്, യൂറോപ്യൻ ക്ലോസറ്റ്, സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ 1, 2, 3 റൂം കണ്ടു, ഹാള് കണ്ടു, ഡൈനിങ് ഹാള് കണ്ടു. ഇനി നമുക്ക് കാണേണ്ടതാണ് അടുത്തത് നമ്മുടെ ലേഡീസിന്റെ ഭാഗത്തേക്കുള്ള നീക്കാണ്. ഇവിടെ എന്താണ് നോക്കട്ടെ. ഇവിടെ കിച്ചണൊന്നും ആയിട്ടില്ലല്ലോ. ഇത് പിന്നെ വീണ്ടും ഒരു ഹാള്. ഇതിന്റെ ബാക്കിൽ വീണ്ടും ഒരു ഹാളാണ് കേട്ടോ. അല്ലേ, ഇതൊരു ഹാളാണ്. അതിന്റെ പുറമെ ഇവിടെയാണ് കിച്ചൺ. ഇത് കാണിച്ചു കൊടുക്കാം. കിച്ചൺ അത് കാണിച്ചു കൊടുക്കാം. ഇത് കാണിച്ചു കൊടുക്കാം. ആദ്യം കിച്ചൺ കാണിച്ചു കൊടുക്കും. ഈ കിച്ചൺ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സാധാ അടുപ്പ് കാര്യങ്ങൾക്കൊക്കെ വെക്കാനും അതേപോലെ ഗ്യാസ് അടുപ്പ് വെക്കാനും എല്ലാവരും സൗകര്യമുള്ള വലിയൊരു കിച്ചണാണ്. ഈ ഓടൊക്കെ ഒന്ന് കാണിച്ചു നോക്കാം. ഇരുമ്പും കഴുക്കോലിട്ട് അങ്ങനെ എല്ലാം ഭാഗം കാണിച്ചു കൊടുക്കണം. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ചാനലായിരിക്കണം. ഇത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം കേട്ടോ. ഇത് പുറത്തേക്കുള്ള എൻട്രൻസ് ആണ്. നിങ്ങൾ വന്ന് കാണിച്ചു കൊടുത്താൽ നമ്മുടെ തോട്ടത്തിലേക്ക് അതിന്റെ ഇനി ഒരു റൂം കൂടി കാണിച്ചു തരാൻ കേട്ടോ. അപ്പൊ അടുക്കള അതിന്റെ ഇടയിലൊന്ന് കാണിച്ചു തരാണ്. ഇനി ഇങ്ങോട്ട് പോലെ പറയാം. അപ്പോൾ എത്ര കാണിച്ചു കൊടുത്താൽ അവിടെ പൊടി കാണിച്ചു കൊടുത്തല്ലേ. ഇനി നേരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ മഞ്ചൊക്കെ ഇട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള മഞ്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കോമൺ ബാത്റൂം ഇവിടെ ഉണ്ട്. അതിലും യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണിച്ചു കൊടുത്താൽ ഷീറ്റാണ്. അങ്ങനത്തെ എന്തെങ്കിലും കാണിക്കാഞ്ഞ് ചോദിക്കുമ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാലേ അപ്പൊ ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്ത അതേ പ്രകാരം ഉണ്ടാവാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ പാടില്ല, കുറവ് പാടില്ല അല്ലേ. അപ്പൊ ഇനി ഇതിനെ കുറിച്ച് വിശദീകരിച്ച് പറയാൻ നമുക്ക് പുറത്തേക്ക് നിൽക്കുന്നല്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, വീട് കണ്ടു, വീടിന്റെ പരിസരം കണ്ടു, ഇതിലുള്ള വരുമാന മാർഗമുള്ള തെങ്ങ്, കവുങ്ങ്, മരങ്ങൾ മറ്റുള്ളതൊക്കെ കണ്ടു അല്ലേ. ഇത് നമ്മൾ പറഞ്ഞാൽ അവിടെ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഹൈവേ മണ്ണാർക്കാട് എത്തുന്നതിന് മുമ്പാണ്. നമുക്ക് കരിമ്പ പഞ്ചായത്തിലാണ്. കരിമ്പ പഞ്ചായത്തിൽ ഹൈവേന്ന് കറക്റ്റ് ദൂരം 2 കിലോമീറ്റർ. 4 പുറം വീടുകൾ, ടാറിങ് റോഡ് സൈഡ്, നിരപ്പായ സ്ഥലം കേട്ടോ. പറമ്പാണ്. ചിലപ്പോഴത്തൊക്കെ കവുങ്കുത്തൊക്കെ കാണുമ്പോൾ ആളുകൾ ചോദിക്കും ഇത് നിലമാണോ ആധാരം. അല്ല, ഇത് പറമ്പാണ്. പിന്നെ ഇതിന്റെ ഡോക്യുമെന്റ്സ് ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്താണ്. അപ്പൊ ഈ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 സെന്റാണ് ആധാരത്തിൽ കേട്ടോ. നികുതി അടക്കുന്നത് 35ആണ്. പക്ഷെ സ്ഥലം 39 ഉണ്ട്. അപ്പൊ നമുക്ക് 35 സെന്റിന്റെ കാര്യമേ പറയാൻ പറ്റുള്ളൂ. കാരണം റെക്കോർഡിലുള്ളേ പറയാൻ പറ്റുള്ളൂ. സ്ഥലം കൂടുതലുണ്ട്. പിന്നെ പട്ടയുള്ള ഭൂമിയാണ്. രേഖകൾ 100% ഏത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താലും, നമുക്ക് സ്റ്റേറ്റ് ബാങ്കോ ഫെഡറൽ ബാങ്കിലോ കൊണ്ടു കൊടുത്താലും ഏത് സമയത്ത് പൈസ എണ്ണിത്തരും. അങ്ങനത്തെ പേപ്പറാ. പിന്നെ ഇതിൽ വരുമാന മാർഗങ്ങൾ കണ്ടു. തെങ്ങ്, കവുങ്ങ്, മാങ്ങ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു. ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്തറിയോ, നമ്മളിപ്പോ 7-ാം തീയതിയാണ്, മെയ് മാസം 7. വെയില്, ചൂട് ഒക്കെ ഉള്ള സമയമാണ്. പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ കയറിയ തണുപ്പ. AC ഇട്ട മാതിരിയാ കേട്ടോ. AC റൂമിന്റെ ഉള്ളിലിരിക്കുന്ന മാതിരിയാണ്. നല്ല കൂളിംഗ് ഉണ്ട്. വെള്ളമാണ് മെയിനായിട്ട് പറയാനുള്ളത്. വെള്ളം എപ്പോഴും ഒരാൾ കയ്യിലുണ്ട്
അത്രയ്ക്ക് നല്ല വെള്ളമുണ്ട് ഈ മഴ പെയ്യാത്ത സമയത്ത് പോലും. അപ്പൊ വെള്ളത്തിന് നിങ്ങൾ ബുദ്ധിമുട്ടില്ല. പിന്നെ ക്രിസ്ത്യൻ ചർച്ച് നമ്മൾ വരുന്ന വഴിയിലാണ് കാണിച്ചു തന്നു. 2 കിലോമീറ്റർ അവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ. പാലക്കയത്തേക്ക് ഇവിടുന്ന് 5 കിലോമീറ്റർ ആണ്. പാലക്കയം നല്ല തണുപ്പുള്ള ഏരിയയാണ് ഈ ഭാഗത്ത്, പാലക്കയം കാഞ്ഞിരപ്പുഴ എന്ന് പറഞ്ഞാൽ. പിന്നെ ബസ് റൂട്ടാണ്, ഹൈവേന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഇതിന്റെ വില, ഇതൊക്കെ വലിയ വലിയ വില പറഞ്ഞു തരുന്നതാണ്. പക്ഷെ നമ്മുടെ ചാനലിൽ നമ്മൾ ഫൈനൽ റേറ്റ്, കിട്ടേണ്ട റേറ്റ് മാത്രം പറയുക, ലാസ്റ്റ് വിൽക്കാവുന്ന റേറ്റ് മാത്രം. നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാൻ വാണിയംകുളം ചന്തയല്ല അങ്ങനെ ലേലം വിളിക്കാൻ. അപ്പൊ അതുകൊണ്ട് വാണിയംകുളം ചന്തയെ പോയാൽ കണ്ടില്ല നിങ്ങൾ, ചന്ത ഒരു കന്നിന് ചിലപ്പോൾ 50,000 പറയും, പിന്നെ 30 ചോദിക്കും, 32 ചോദിക്കും. അല്ല, ഇവിടെ നമുക്ക് ഫിക്സഡ് റേറ്റ് ആക്കിയിട്ട് പറയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലാസ്റ്റ് ഫൈനൽ റേറ്റ് ഇവര് പ്രോപ്പർട്ടി ഞാൻ ഇതിന് മുമ്പ് വിറ്റിട്ടുണ്ട്, ഇതേപോലെ തന്നെ ഫിക്സഡ് റേറ്റ് ഇട്ടിട്ടുണ്ട്. അത് വിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇവരുടെ സ്വന്തക്കാർ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഇതും ചെയ്യാൻ പോകുന്നത് വെറും 32 ലക്ഷം രൂപയ്ക്ക്. ഇവിടെ സ്ഥലത്തിന് നിങ്ങൾ വെറുതെ വരിക, അന്വേഷിക്കുക, ഇവിടെ എന്താ സ്ഥലം വില ചോദിക്കുക. പിന്നെ 2 or 3 വീട് വെക്കാം ജ്യേഷ്ഠാഞ്ചന്മാർക്ക് വേണമെങ്കിൽ. അതിന് ബാക്കിലേക്ക് അങ്ങനെ റോഡുണ്ട്, 2 സൈഡ് റോഡുണ്ട്. അപ്പൊ വെറും 32 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രോപ്പർട്ടി തരാൻ പോവുകയാണ്. ധൈര്യമായിട്ട് മേടിക്കാം. ഉപയോഗിക്കേണ്ടവനും ഇനി വാങ്ങിയിട്ട് 4 കൊല്ലം കഴിഞ്ഞ് വിൽക്കേണ്ടവനും മേടിക്കാം. അപ്പോഴും നഷ്ടം വരില്ല, ലാഭേ വരുള്ളൂ. അങ്ങനത്തെ സ്ഥലത്താണ്. അതുപോലെ തന്നെ നമുക്ക് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ, ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ട് ബസ് നമ്മുടെ ഹൈവേ കൂടെ ഇങ്ങനെ കോഴിക്കോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് വരാനൊക്കെ സൗകര്യമാണ്. അപ്പൊ അണ്ണൻ തമ്പി யாராவது കാരണം തമിഴ്നാട്ടിൽ ഊരുകാർ யாராவது நம்ம சொந்தக்காரர்கள் யாராவது இருந்தாங்க எல்லாருமே ஃபார்வர்ட் பண்ணுங்க. இது நல்ல பொருள் அண்ணா, நல்ல பொருள், நல்ல தண்ணி இருக்கு, நல்ல வீடு இருக்கு, 4 மாடு வாங்கணும்னா கட்டுறதுக்கு இடம் இருக்கு, நல்ல பொருள். வெறும் 32 லட்சம் ரூபாய்க்கு உங்களுக்கு தரப்போற இந்த பொருள். 32 லட்சம் ரூபாய்க்கு 35 சென்ட் இடம். நம்ம டாக்குமெண்ட்ஸ் எல்லாமே 100%, 100% கரெக்டா இருக்கு. 32 லட்சம் ரூபாய்க்கு இந்த பொருள். அப்ப ரயில்வே ஸ்டேஷனு பக்கம் தான். ஒலவக்கோடு ரயில்வே ஸ்டேஷன் ட்ரெயின் வந்து இறங்கினா നേരെ വരலாம் இந்த വീട്ടിലേക്ക്. அந்த மாதிரி നല്ല ബസ് റൂട്ടിൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ബന്ധങ്ങളുള്ള ആളുകൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടാവും. അങ്ങനത്തെ സ്ഥലം പ്രത്യേകിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് പറയണമെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ സ്ഥലം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുറച്ച് വരുമാന മാർഗവും താമസിക്കാൻ നല്ലൊരു വീടും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെവർക്കൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാണുന്നവർ ഗ്രൂപ്പിൽ നിന്ന് ഷെയർ ചെയ്യുക. ഒന്നില്ലെങ്കിൽ ആങ്ങളക്കോ പെങ്ങളക്കോ ജ്യേഷ്ഠനോ അനുജനോ അല്ലെങ്കിൽ ചെറിയച്ഛനോ വല്യച്ഛനോ അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ റിലേഷൻപ്പെട്ട ഒരാൾക്ക് ഇത് ആവശ്യം വരും, യാതൊരു സംശയമില്ല. ഇനിയും ഇതുപോലെ ഒരുപാട് ഭൂമികൾ നമുക്ക് വിൽക്കാണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കാര്യം പറയണം, 32 ലക്ഷം രൂപയ്ക്ക് നെഗോഷ്യബിൾ ചെയ്യാതെ തന്നെ നിങ്ങൾ വാങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്തെങ്കിലും ചെറിയൊരു മാർജിൻ, വളരെ ചെറിയൊരു മാർജിനൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾക്ക് ചെറിയൊരു മാർജിൻ പ്രതീക്ഷിക്കാം. വലിയ മാർജിനിലേക്കൊന്നുമില്ല, ഒരു 10 or 25 മാർജിനെ വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.